ഹലോ, ഇന്നിതാ ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചേരുവകളെല്ലാം മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ വരുന്ന ഇഫ്താറിനൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കടക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ തന്നെ എടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4 വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എടുക്കാം. ഇനി അടുത്തായിട്ട് ചേർക്കുന്നത് മല്ലിയിലയാണ്. ഞാനിപ്പോൾ ഒരു 4 തണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വലിയ ഉള്ളിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒന്ന് സ്ലൈസ് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിന് പകരം ഉണക്കമുളക് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി വേണ്ടത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കയ്യിലില്ല എന്നാണെങ്കിൽ ഏതെങ്കിലും ഒരു അറബിക് മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അധികം ലംസൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് ഒരു 2 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ടാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ ഒന്ന് പുഴുങ്ങിയിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പൊട്ടാറ്റോ ഒന്നും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു ചെറുതോ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ളതോ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അധികം ലംസൊന്നും ഇല്ലാതെ തന്നെ. ഈ പൊട്ടാറ്റോയിൽ എന്തെങ്കിലും ലംസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അതിനുശേഷം കയ്യിൽ നന്നായിട്ട് എണ്ണ പുരട്ടിയിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്കൊരു ഡോണറ്റിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള മസാല വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഹോൾസ് ഇടണമെന്നാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്ന് എന്താ പറയുക വെള്ളം തേച്ചിട്ട് ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല വൃത്തിയിൽ ഹോൾസ് ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ബാക്കി മസാല വെച്ചിട്ട് ഇതുപോലെ ഡോണറ്റിൻ്റെ ഷേപ്പിൽ എല്ലാം ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും എടുത്തിട്ട് നമുക്ക് ആദ്യം മുട്ടയുടെ കൂട്ടിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഇത് മുട്ടയും പാലും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ച കൂട്ടാണ്. അതിൽ നിന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നേരെ ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ആകുന്ന രീതിയിൽ വേണം കേട്ടോ ഈ ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഒന്നാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പിന്നെ അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. കാരണം നമ്മൾ ഇതൊന്നും കുക്ക് ചെയ്യാത്ത ചിക്കനാണല്ലോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെന്ത് വരണം. അപ്പോൾ പെട്ടെന്ന് പുറമേ കരിഞ്ഞു പോയാൽ ഉള്ളിലധികം വെന്ത് വരില്ല. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ആദ്യത്തേത് ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഫ്രൈ ചെയ്യാൻ മാത്രമേ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം വളരെ ഈസിയാണ്. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ നോമ്പൊക്കെ ആയി ഇഫ്താറിനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അവർ ഈ ഷേപ്പ് കാണുമ്പോൾ തന്നെ ഡോണറ്റിൻ്റെ ഒരു ചിക്കൻ ഡോണറ്റ് എന്നൊക്കെ പറയുമ്പോൾ അവർക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്